പാർലമെൻറ്റ് ഇലക്ഷൻ്റെ ഇനി നടക്കുന്ന വ്യത്യസ്തമായ ഘട്ടങ്ങളിൽ ഏറ്റവും പ്രധാനമായത് യു പിയിലേതാണ്. യു പി പിടിക്കുന്നവർ ഇന്ത്യ പിടിച്ചുവെന്നും യു പിയിൽ ദുർബലമാകുന്നവർ ഇന്ത്യൻ ഭരണത്തിൽ ദുർബലമായി എന്നതുമാണ് ചരിത്രം. ഇത്തവണ BJPയും അതോടൊപ്പം നമ്മുടെ രാംവിലാസ് പാസ്വാൻ്റെ മകനുമൊക്കെ ചേരുന്ന സഖ്യമാണ് NDA ആയ ഒരു വശത്തെങ്കിൽ SP-യും കോൺഗ്രസും ചേരുന്ന ഇന്ത്യ ബ്ലോക്കാണ് മറുവശത്തുള്ളത്. അതിന് നേതൃത്വം നൽകുന്ന അഖിലേഷ് യാദവ് അവിടുത്തെ പരമ്പരാഗതമായ ജാതി സമവാക്യത്തിൽ നിന്ന് മാറി ഒരു യാദവ് പാർട്ടി എന്ന ആക്ഷേപത്തിന് മറുപടി പറഞ്ഞുകൊണ്ട് OBC പ്ലാറ്റ്ഫോം ശക്തിപ്പെടുത്തുന്നു. അങ്ങനെ ശക്തിപ്പെടുത്തുമ്പോഴും ആ സംസ്ഥാനത്തുള്ള 10% യാദവ് വിഭാഗത്തിൽ നിന്നും തങ്ങളുടെ പരിധിയിലേക്ക് കുറച്ച് വോട്ടുകളെങ്കിലും കൊണ്ടുവരാൻ മറുവശത്ത് അമിത്ഷയുടെയും നരേന്ദ്രമോദിയുടെയും നേതൃത്വത്തിൽ കടുത്ത പ്രചരണവും നടക്കുന്നു. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. 2024 തിരഞ്ഞെടുപ്പിൽ ഇനി നടക്കുന്ന ഘട്ടങ്ങൾ പ്രധാനമായി നടക്കുന്നത് യു പിയിലാണ്. യു പിയിൽ SP-യും കോൺഗ്രസും അടങ്ങുന്ന ഇന്ത്യ ബ്ലോക്ക് ഒരു വശത്തും അതോടൊപ്പം BJP നേതൃത്വം നൽകുന്ന NDA മുന്നണിയുമാണ് അവിടെ മത്സരിക്കുന്നത്. അതിൽ ഇന്ത്യ ബ്ലോക്കിൽ 62 സീറ്റുകളിൽ മത്സരിക്കുന്നത് സമാജ്വാദി പാർട്ടിയാണ്. അഖിലേഷ് യാദവാണ് അതിന് നേതൃത്വം നൽകുന്നത്. 2019 37 സീറ്റുകളിൽ മഹാഗഠബന്ധൻ മുന്നണിയുടെ ഭാഗമായി മത്സരിച്ചപ്പോൾ അവർ 9 പേർക്ക് യാദവരുടെ വിഭാഗത്തിൽ നിന്നാണ് സീറ്റ് നൽകിയത്. ഇതിനു മുമ്പ് അവിടെ SP ഭരിച്ചിരുന്ന സമയത്ത് 12 പേർക്കും നൽകിയിരുന്നു. എന്നാൽ ഇത്തവണ അഖിലേഷ് യാദവിൻ്റെ പാർട്ടി യാദവ് പാർട്ടി എന്ന ഒരു ഖ്യാതിയിൽ നിന്ന് മാറാൻ മുസ്ലിം യാദവ് വിഭാഗങ്ങളിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളുടെ എണ്ണം പരിമിതപ്പെടുത്തിയിട്ട് മറ്റ് OBC വിഭാഗത്തിൽപ്പെടുന്നവർക്ക് കൂടി സീറ്റ് നൽകി. അവിടുത്തെ ഇലക്ഷൻ തന്ത്രം വളരെ വ്യക്തമാണ്. SP ഒരു യാദവരുടെ പാർട്ടി എന്ന നിലയിൽ നിന്ന് അതർ ബാക്ക്വേഡ് കമ്മ്യൂണിറ്റി എല്ലാവരെയും കൂടി ചേർത്ത് പിടിക്കുന്ന ഒരു പാർട്ടി ആകണം എന്ന ആഗ്രഹത്തിലാണ് അത്തരം ഒരു തീരുമാനമെടുത്തത്. അതുകൊണ്ട് തന്നെ ഇതുവരെ നൽകിയ സീറ്റുകളിൽ 5 സീറ്റുകളിൽ മാത്രമാണ് SP യാദവ് വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് സീറ്റ് നൽകിയത്. ആ 5 സീറ്റുകളും നൽകിയത് അഖിലേഷ് യാദവിൻ്റെ കുടുംബത്തിൽ നിന്നാണെന്നും അഖിലേഷ് യാദവിൻ്റെ കുടുംബമാണോ യു പിയിലെ യാദവ് വിഭാഗം എന്ന് ചോദിച്ചുകൊണ്ട് അമിത്ഷയും മോഡിജിയും മറുവശത്ത് യാദവ് വിഭാഗത്തിലെ 10% വോട്ട് ബാങ്കിൽ കൂടി വിള്ളലുണ്ടാക്കാനുള്ള കടുത്ത പ്രചരണ പരിപാടികളാണ് നടത്തുന്നത്. SP-ക്ക് നൽകിയ 5 സീറ്റുകളിൽ കനൗജിൽ അഖിലേഷ് യാദവും മെയിൻപുരി എന്ന് പറയുന്ന നേരത്തെ മുലായം സിംഗ് യാദവ് മത്സരിച്ച് ജയിച്ചിരുന്ന അവരുടെ പരമ്പരാഗത സീറ്റിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഡിംപിൾ യാദവും അസംഗഞ്ച്, ഫിറോസാബാദ്, ബുധൗൺ എന്നീ സീറ്റുകളിൽ ധർമ്മേന്ദ്ര യാദവ്, അക്ഷയ് യാദവ് ആൻഡ് ആദിത്യ യാദവ് എന്നീ 3 പേരാണ് അവിടെ മത്സരിക്കുന്നത്. അതൊക്കെ തന്നെയും അഖിലേഷ് യാദവിൻ്റെ കുടുംബാംഗങ്ങളിൽപ്പെട്ടവരുമാണ്. അതുകൊണ്ട് തന്നെ ഉത്തർപ്രദേശിലെ യാദവ് വിഭാഗം എന്ന് പറയുന്നത് അഖിലേഷിൻ്റെ കുടുംബക്കാരാണോ, കുടുംബത്തിൽ മാത്രമാണോ യാദവരുള്ളത് എന്ന് ചോദിച്ചുകൊണ്ടാണ് ഇത്തവണ ഈ പറയുന്ന ഇലക്ഷനിൽ BJP യാദവ് വിഭാഗത്തിലേക്കും കടന്നാക്രമിക്കുന്നത്. 25 വയസ്സിന് മേൽ പ്രായമുള്ള ഇനി ആരെങ്കിലും അവിടെ ഉണ്ടാകുമോ എന്നുള്ളതാണ് അവരുയർത്തുന്ന ചോദ്യം. BJP ഈ OBC കോട്ട ലിസ്റ്റിൽ SP കടന്നു കയറുന്നതിൻ്റെ ഒരു നഷ്ടം മറുഭാഗത്ത് നിർത്തുന്നതിനു വേണ്ടിയാണ് ഇത്തരമൊരു പ്രചാരണ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇവിടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനകത്തേക്ക് ജാതി സമവാക്യങ്ങൾ ചേർത്ത് വെക്കുന്ന കാഴ്ചയാണ് എപ്പോഴും യു പിയിൽ ഉണ്ടാകാറുള്ളത്. ഇന്ത്യ ബ്ലോക്കിന് ഏറ്റവും വലിയ വെല്ലുവിളി ഉയർത്തുന്നത് ഈ പറയുന്ന BJP എന്ന പ്രത്യക്ഷമായ എതിരാളിയോടൊപ്പം എങ്ങുമില്ലെന്ന് തോന്നിപ്പിക്കുന്ന മായാവതിയും അസദുദ്ദീൻ ഉവൈസിയും ഒക്കെ അടങ്ങുന്ന മറ്റൊരു ബ്ലോക്ക് കൂടിയുണ്ട്. അവർ ഏറ്റവും കൂടുതൽ മുസ്ലിം സ്ഥാനാർത്ഥികളെ നിർത്തി തങ്ങളാണ് മുസ്ലിം വോട്ടർമാർക്ക് ഏറ്റവും പ്രിയങ്കരർ എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയാണ് അത്തരമൊരു സംഗതി. അവിടെ മുസ്ലിം വോട്ടുകൾ ഭിന്നിച്ചു പോവുകയും യാദവ് വോട്ടുകളിൽ വിള്ളലുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ മറ്റുള്ള സ്ഥലങ്ങളിൽ BJPക്ക് നഷ്ടപ്പെടുന്ന വോട്ട് അല്ലെങ്കിൽ സീറ്റുകൾ യു പിയിൽ നിന്ന് നേടാമെന്നുള്ളതാണ് അമിത്ഷയുടെ ഇലക്ഷൻ എഞ്ചിനീയറിംഗ്. എന്നാൽ നേരത്തെ ഒരു സവർണ ജാതിയിൽപ്പെട്ടവരുടെ പാർട്ടി മാത്രമായിരുന്ന BJP ക്രമേണ OBC വിഭാഗങ്ങളിലേക്ക്, അതായത് മുസ്ലിം യാദവരൊഴികെയുള്ള OBC വിഭാഗങ്ങളിൽ നിലയുറപ്പിക്കുകയും ശക്തിപ്പെടുകയും ചെയ്തപ്പോൾ
ആ വോട്ട് ബാങ്കിൽ വിള്ളലുണ്ടാക്കാൻ കഴിയുമോ എന്ന സാധ്യത അന്വേഷിക്കുകയാണ് അഖിലേഷ് യാദവ്. ഏതായാലും അഖിലേഷ് യാദവും ഇന്ത്യ ബ്ലോക്കും യു പിയിൽ വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ നിലപാടാണ് ഇത്തവണത്തെ സീറ്റ് അലോക്കേഷനിൽ തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ ഫലം കാണുമോ പരാജയപ്പെടുമോ എന്നറിയാൻ വോട്ടെണ്ണൽ ദിവസമായ ജൂൺ 4 വരെ കാത്തിരിക്കേണ്ടി വരും.